വൈദ്യുതി കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് വിച്ഛേദിച്ച എറണാകുളം കളക്ടറേറ്റിലെ വൈദ്യുതി ബന്ധം KCB പുനഃസ്ഥാപിച്ചു. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് 14 വകുപ്പുകളുടെ ഓഫീസുകളിലെ ഫ്യൂസ് ഊരിയത്. ബില്ലടച്ചതിനെ തുടർന്ന് 2 ഓഫീസുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇന്നലെ വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചിരുന്നു. 42 ലക്ഷം രൂപയായിരുന്നു കുടിശ്ശിക. ജില്ലാ കളക്ടർ KCB ചെയർമാനുമായി ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. അടുത്ത മാസം 30-നുള്ളിൽ കുടിശ്ശിക മുഴുവൻ അടച്ചു തീർക്കുമെന്ന് കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ഡ്യൂസ് ഉടനെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സും അവരുടെ ഹെഡ് ഓഫീസ് ബന്ധപ്പെട്ട് ഉടനെ തന്നെ അടയ്ക്കാനുള്ള നടപടി സ്വീകരിക്കും. ഓൾറെഡി 2 ഓഫീസ് അടച്ചു എന്നാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KCB എന്നോട് പറഞ്ഞത്. സോ അങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് അത്. സോ ഹോപ്പ്ഫുള്ളി തിങ്സ് ആർ ബാക്ക് ടു നോർമൽ. മാർച്ച് 31 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത് ഇവിടെയുള്ള വയറിംഗ് സിസ്റ്റം മൊത്തം മാറ്റണം. ഇവിടെ എല്ലാ ഓഫീസിലും സെപ്പറേറ്റ് മീറ്റേഴ്സ് കൊണ്ടുവരണം. അത് ഏറ്റവും അടിയന്തരമായിട്ട് നമ്മൾ ചെയ്തു തീർക്കാറുള്ളത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ കളക്ടറേറ്റിന്റെ പ്രവർത്തനം സുഗമമായി പോകുന്നു, എന്തൊക്കെയാണ് കളക്ടർ പറയുന്നത്? വീണ്ടും പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി നടക്കുന്നുണ്ട്. ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഈ സർക്കാർ സ്ഥാപനങ്ങൾ 14ഓളം സർക്കാർ സ്ഥാപനങ്ങളിൽ ഫ്യൂസ് ഊരിയത്. വലിയ പ്രതിസന്ധിയിലായിരുന്നു, കനത്ത ചൂട് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രവർത്തനങ്ങളാകെ താളം തെറ്റുന്ന കാഴ്ചയാണ്. 42 ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ് ഈ ജില്ലാ കളക്ടറേറ്റിനുമായി ബന്ധപ്പെട്ട് KCBക്ക് നൽകാനുണ്ടായത്. തുടർന്നാണ് KCB അധികൃതർ എത്തി ഈ ഫ്യൂസ് വരുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ NSK ഉമേഷ് ജില്ലാ കളക്ടർ അദ്ദേഹം KCB ചെയർമാനുമായി ആശയവിനിമയം നടത്തി ഈ തുക എത്രയും പെട്ടെന്ന് തിരിച്ചടക്കാം എന്ന് ഉറപ്പ് നൽകിയൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ KCB ജീവനക്കാരെത്തി ഈ ഫ്യൂസ് വീണ്ടും ഘടിപ്പിച്ചത്. വലിയ ഒരുപക്ഷെ കേട്ടുകേഴ്വിയില്ലാത്തൊരു നടപടിയാണ്. സാധാരണഗതിയിൽ 1-2 സ്ഥാപനങ്ങളുടെയൊക്കെ ഫ്യൂസ് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇത് തുടർച്ചയായി 34 സ്ഥാപനങ്ങളെയാണ് നേരിട്ട് ഈ ഫ്യൂസ് ഊരൽ നടപടി ബാധിച്ചത്. അതിനാണ് ഇപ്പോൾ ശാശ്വത പരിഹാരമായിരിക്കുന്നത്. ഇത് ഇറിഗേഷൻ ഓഫീസാണ്. ഇന്നലെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ ഓഫീസ് ആകെ ഇരുട്ടിലായിരുന്നു. ജീവനക്കാർക്ക് അവരുടെ സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, ലാപ്ടോപ്പ് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അതിനെ ചാർജ് ചെയ്ത സമയത്തും പോകാമെന്നൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. പക്ഷേ നിലവിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.